KL19 ശ്രീതു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ബിഗ് ബോസിന്റെ വോട്ടിംഗ് ആരൊക്കെയാണ് മുന്നിൽ ആരൊക്കെയാണ് പുറകിൽ എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്ന് രാവിലെ 7 മണി വരെയുള്ള അപ്ഡേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അതായത് ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് മറ്റാരുമില്ല, നിങ്ങൾക്കറിയാം, നമ്മുടെ അനുമോൾ തന്നെയാണ്. അനുമോളിന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ലഭിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് മത്സരാർത്ഥികളിൽ നിന്നും നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ അനുമോളുടെ വോട്ടിങ്ങുമായിട്ട്. അപ്പോൾ അനുമോളുടെ ഇന്ന് രാവിലെ 7 മണി വരെയുള്ള വോട്ടിംഗ് നില എന്ന് പറയുന്നത് 15,100 വോട്ടുകളാണ് അനുമോൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഈ വീക്കിൽ നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അനുമോൾക്ക് എന്തുമാത്രം വോട്ട് കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി നമ്മുടെ രണ്ടാം സ്ഥാനത്തുള്ളത് അനീഷാണ്. അനീഷിന് ഇതുവരെ ലഭിച്ചിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 12,008 വോട്ടാണ് അനീഷിന് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാല്ലേ, അനീഷ് ആദ്യം ഈ ഒരു ബിഗ് ബോസിൽ പോയപ്പോഴൊക്കെ എല്ലാവരും വെറുപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ പലർക്കും നമ്മുടെ അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അങ്ങനെയാണ്. എനിക്ക് ഇപ്പോൾ അനീഷിനെ ഇഷ്ടമാണ്. നല്ല മത്സരാർത്ഥി, അവിടെ ഉള്ളതിൽ ബെസ്റ്റ് എന്നൊരിത് എനിക്കും ഉണ്ട് അനീഷിനോട്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വ്യക്തി ആരാണെന്ന് നോക്കാം. 11,899 വോട്ടുകളോടെ മൂന്നാം സ്ഥാനത്തുള്ളത് ഷാനവാസ് ആണ്. ഷാനവാസ് ഇതിനു മുന്നേ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അന്നും ഇന്നും ഒരുപോലെ പോകുന്ന ഒരു വ്യക്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ടോപ്പ് 5-ൽ എത്താൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഷാനവാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ 4-ാം സ്ഥാനത്ത് ആരാണ് എന്ന് ഞാൻ പറയാം. നമ്മുടെ നൂറയാണ്. നൂറ എന്ന് പറയുന്ന വ്യക്തി ആദ്യമൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മുടെ ആദിലയും നൂറയും സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ ആദിലയും ഗെയിം കളിക്കുന്നുണ്ട്, നൂറയും ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ 4-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് നൂറയാണ്. നൂറയ്ക്ക് ലഭിച്ച വോട്ടിംഗ് എന്ന് പറയുന്നത് 11,878 വോട്ടാണ് നൂറയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഷാനവാസ് നൂറയും തമ്മിൽ അധികം ഡിസ്റ്റൻസില്ല. എനിക്ക് ഒരു 28-30 വോട്ട് ഇതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്രയും നല്ല ഫൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിലും. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാൻ സാധിക്കും ആരാണ് ഇതിന് മുന്നിലോട്ട് എത്തുന്നത് എന്നുള്ളത് വരും ദിവസം. ഇനി നമ്മുടെ 5-ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ജിസയിലാണ്. ജിസയിലിന് 11,400 വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇതിന് മുന്നേ ജിസയിലിന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഇടിവ് വന്നിട്ടുണ്ട്. ജിസയിലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഒട്ടും താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻസ് ആണ് ജിസയിൽ എന്ന് പറയുന്നത്. കാരണം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒത്തിരി വാണിംഗ് ഒക്കെ കിട്ടിയിട്ടും ഒരു രീതിയിലും ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവിടുത്തെ മറ്റു മത്സരാർത്ഥികളെ റെസ്പെക്ട് ചെയ്യുകയോ എല്ലാവരും ഒരു ഒന്നുമല്ല എന്നുള്ള രീതിയിൽ കാണുകയും പെരുമാറുകയും ചെയ്യുന്ന ജിസയിലിനെ എനിക്ക് ആക്ച്വലി പേഴ്സണലി താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻസ് ആണ്. പക്ഷെ എന്തായാലും നമ്മുടെ ജിസയിലും 5-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 6-ാം സ്ഥാനത്തുള്ളത് ആദിലയാണ്. ആദിലയ്ക്ക് ലഭിച്ചിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 11,250 വോട്ടാണ്. ആദിലയും ജിസയിലും തമ്മിൽ ചെറിയ വോട്ടിങ്ങിന്റെ ഡിസ്റ്റൻസ് ആണുള്ളത്. വരും ദിവസങ്ങളിൽ ആദില തന്നെ ആയിരിക്കും മുകളിലോട്ട് കയറുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 7-ാം സ്ഥാനത്താണ്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ രേണു ചേച്ചിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് രേണു ചേച്ചി. എൻ്റെ എല്ലാ വോട്ടും ഞാൻ രേണു ചേച്ചിക്ക് തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവിടെ ഗെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് നോമിനേഷനിൽ വന്നിരിക്കുന്ന 15 മത്സരാർത്ഥികളിൽ 7-ാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുറച്ചുകൂടെ എന്തായാലും 50 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ രേണു ചേച്ചി അവിടെ ഉണ്ടാകും. കൂടാതെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് കിട്ടുന്നുണ്ട്. ഇപ്പോഴും നല്ല രീതിയിലുള്ള വോട്ടിംഗ് പെർഫോമൻസ് രേണുവിൻ്റെ ആ ഒരു ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7-ാം സ്ഥാനത്ത് രേണു ചേച്ചി വന്നിട്ടുണ്ട്. രേണുവിന് കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 10,980 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ട് താഴെ നമ്മുടെ 8-ാം സ്ഥാനത്ത് അഭിലാഷ് ഉണ്ട്. അഭിലാഷിന് നമുക്ക് 10,009 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. അഭിലാഷും അത്യാവശ്യം നല്ല ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ 8-ാം സ്ഥാനത്ത് അഭിലാഷ് ഉണ്ട്. അഭിലാഷ് ഒന്നും ഈ ഒരു വീക്കിൽ പോകാനായിട്ട് ഒട്ടും തന്നെ ചാൻസ് ഇല്ല. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 9-ാം സ്ഥാനത്ത് അക്ബർ ഖാനാണ് വരുന്നത്. അക്ബറിന് കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 9,899 വോട്ടുകളാണ് അക്ബറിന് കിട്ടിയിട്ടുള്ളത്. അക്ബറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ അക്ബർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ 10-ാം സ്ഥാനത്തുള്ളത് ബിന്നിയാണ്. ബിന്നിക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് എന്ന് പറയുന്നത് 9,880 വോട്ടാണ് ബിന്നിക്ക് ലഭിച്ചിട്ടുള്ളത്. ബിന്നി പ്രത്യേകിച്ച് അവിടെ ഗെയിമൊന്നും കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓരോ ഇഷ്യൂസ് വരുമ്പോൾ അങ്ങോട്ട് ചായുന്നു ഇങ്ങോട്ട് ചായുന്നു, അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാനോ കൂടാതെ അങ്ങനെ പ്രത്യേകിച്ച് ഗെയിമൊന്നും സ്വയമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗെയിം ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 11-ാം സ്ഥാനത്താണ്. നമ്മുടെ ഇപ്പോഴത്തെ വോട്ടിംഗ് നിലവാരം വെച്ചിട്ട് 11-ാം സ്ഥാനത്തുള്ളത് അപ്പാനി ശരത്താണ്.
അപ്പാനി ശരത്തിനുള്ള വോട്ടിംഗ് എന്ന് പറയുന്നത് 9766 വോട്ടുകൾ മാത്രമാണ് നമ്മുടെ അപ്പാനി ശരത്തിന് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഡേഞ്ചർ സോണാണ്. ഇനി താഴോട്ടുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ സോണാണ്. കാരണം ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു എവിക്ഷന് പുറത്തു പോവുക. പിന്നെ എൻ്റെ ഒരു ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് ഈ വീക്കിലി എന്തായാലും ഒരു ഡബിൾ എവിക്ഷൻ അല്ലെങ്കിൽ 3 പേര് ഉറപ്പായിട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ വൈൽഡൊക്കെ വന്നിട്ട് ഒത്തിരി ആൾ അവിടെ ഉണ്ട്. എന്തായാലും നമുക്കൊരു 2 അല്ലെങ്കിൽ 3 പേര് ഉറപ്പായിട്ട് നമുക്ക് ഔട്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് നമുക്കുള്ളത് 12ാം സ്ഥാനത്ത് ആര്യനാണ്. ആര്യന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 8978 വോട്ടാണ് ആര്യന് കിട്ടിയിട്ടുള്ളത്. ആക്ച്വലി ഈ വീക്കിൽ ശരിക്കും പുറത്തു പോകണമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആര്യൻ തന്നെയാണ്. ആര്യന് പക്ഷെ എന്നാലും വോട്ടുണ്ട്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് 4 കണ്ടസ്റ്റൻസ് എടുത്താൽ ഇതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ്. ആര്യന് താഴെയാണ് ഇനി ബാക്കി 3 പേരുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ആര്യൻ പോകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു വോട്ടിംഗ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ വരെ ഉള്ളത് മാത്രമാണ്. ഇനി നമുക്ക് ഈ വീക്കിൽ 4-5 ദിവസമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു വോട്ടിംഗ് എല്ലാം മറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് 13ാം സ്ഥാനമാണ്. 13ാം സ്ഥാനത്തുള്ളത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമയ്ക്ക് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള വോട്ടിംഗ് എന്ന് പറയുന്നത് 8700 വോട്ടാണ്. റെനയും ഈ വീക്കിൽ പുറത്തു പോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 14ാമത്തെ പൊസിഷനാണ്. നമ്മുടെ ഈ ഒരു 15 പേരിൽ 14ാമത് ഏറ്റവും താഴെ നിൽക്കുന്നത് നമ്മുടെ ഒനീൽ സാബു ആണ്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 8321 വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ വ്യക്തി നമുക്കൊന്ന് നോക്കാം. അതായത് ഭയങ്കര ഡേഞ്ചർ സോൺ ഇത്രയും വോട്ടിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശൈത്യയാണ്. ശൈത്യക്ക് കിട്ടിയിട്ടുള്ള വോട്ട് 8233 വോട്ടാണ്. തീർച്ചയായിട്ടും ഈ വീക്കിൽ പുറത്തു പോകണം എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ശൈത്യയുടെ സ്ട്രാറ്റജി എനിക്ക് അങ്ങനെ അധികം ഒട്ടും പിടിച്ചിട്ടില്ല. അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി ഇത്രയും ദിവസം നിന്നത് തന്നെ അനുമോളിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രം പ്രേക്ഷകർ നിർത്തി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അനുമോളുടെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ശൈത്യ മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ആദിലെ നൂറയൊക്കെ ഉണ്ടെങ്കിലും ശൈത്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പല സമയത്തും പല സാഹചര്യങ്ങളിലും അനുമോളെ കുറ്റം പറയാൻ പറ്റുന്ന സമയങ്ങളിൽ നല്ല രീതിയിൽ കുറ്റം പറയുകയും അപ്പുറത്തിപ്പുറത്തൊക്കെ പോയി കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ശൈത്യ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അനുമോളും ജിസയിലും ജയിലിൽ കിടക്കുന്ന സമയത്ത് ചെറിയൊരു ടോക്കിനിടയിൽ ശൈത്യയും അനുമോളും നല്ല രീതിയിൽ പിണങ്ങുണ്ടായി. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഫ്രണ്ടല്ല, ഇനി നിൻ്റെ ഫ്രണ്ടിൻ്റെ ലിസ്റ്റ് എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അനുമോള് ഇത്രയും ദിവസം ശൈത്യയോട് ആരെയൊക്കെ കുറിച്ചാണോ കുറ്റം പറഞ്ഞിട്ടുള്ളത്, കുറ്റം മീൻസ് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് കാര്യങ്ങൾ പറയുമല്ലോ ഓരോരുത്തരെ പറ്റി, അതെല്ലാം ഈ ശൈത്യ എന്ന് പറയുന്ന വ്യക്തി അവരോട് പോയി പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അപ്പോൾ ശൈത്യ ഇത്രയും ദിവസം എന്ത് ഫ്രണ്ട്ഷിപ്പാണ് അനുമോളിൻ്റെ അടുത്ത് കാണിച്ചത് എന്നുള്ളതിൽ ഒരു രീതിയിലുള്ള വ്യക്തതയില്ല. അതുകൊണ്ട് 100% ഉറപ്പുണ്ട് നമ്മുടെ ശൈത്യ ഈ വീക്ക് എവിക്റ്റ് ആവും. കാരണം നമ്മുടെ ഒരു പ്രേക്ഷകരും അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് രാവിലെ 7 മണി വരെയുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വരും ദിവസങ്ങളെ വോട്ടിംഗ് അപ്ഡേറ്റും ബിഗ് ബോസിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നിങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയൻ ആണല്ലോ, എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസും കൂടാതെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, ആരാണ് വിന്നർ ആകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.